എല്ലാവർക്കും നമസ്കാരം. ഈ കാണുന്ന തിരക്ക് എന്തിനാണെന്ന് അറിയാവോ? കടലിന് മുകളിൽ കൂടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനുള്ള തിരക്കാണ്. നോർമൽ ടിക്കറ്റ് ചാർജ് വന്നിട്ട് 75 രൂപയാണ്. പക്ഷെ കേശുവിനെയും കൊണ്ട് അത്രയും തിരക്കിൽ കുറെ നേരം നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട് 300 രൂപയുടെ, അതിനാണ് പോയത്. അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ കമ്പാരിറ്റീവ്ലി തിരക്ക് നല്ല കുറവാണ്. എന്നിരുന്നാലും പുറത്തും അകത്തും ഒക്കെ ആയിട്ട് നിന്നും ഇരുന്നും കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഫെറിയുടെ അകത്തേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഈ ഒരു സർവീസ് അവൈലബിൾ ആകുന്നത്. ആ കാണുന്ന സ്പോട്ടിലേക്കാണ് നമുക്ക് ഈ ബോട്ടിലൂടെ യാത്ര ചെയ്ത് എത്തിച്ചേരേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബോട്ട് സർവീസ് വരുന്നുണ്ട്. കുറെ ആളുകൾ ഇവിടെ നമ്മളിങ്ങനെ ക്യൂ നിൽക്കും കയറാനായിട്ട്. അപ്പോഴത്തേക്കും വേറൊരു ബോട്ട് വന്ന് അതിനകത്തുള്ള ആളുകളേക്ക് ഇറക്കും. വീണ്ടും ഇവിടെ നിൽക്കുന്ന ആളുകൾ അതിന്റെ ഉള്ളിലേക്ക് കയറി യാത്ര പോകും. അങ്ങനെ ഒരു സർവീസ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ഒരു സ്പോട്ടില് നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്ത് സ്ത്രീകൾ പ്രത്യേകവും പുരുഷന്മാർ പ്രത്യേകമായിട്ടാണ് അവർ നിർത്തുന്നത്. അതിന്റെ ഒരു ഔചിത്യം എന്താന്ന് എനിക്കറിയത്തില്ല. ഉള്ളിൽ കയറി കഴിയുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നതും, മീൻസ് ഫാമിലി ആയിട്ട് വരുന്നവരൊക്കെ അല്ലേ കൂടുതലും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കയറുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നതിന്റെ ആവശ്യം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഏതായാലും നമ്മളിങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോഴത്തേക്ക് ഒരു ബോട്ട് വന്നു. ഓരോ ബോട്ടിലും ഒത്തിരി തൊഴിലാളികൾ അവര് നിയമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം സ്പീഡിൽ അവര് ചെയ്യും. അതിലുള്ള ആളുകളൊക്കെ ഇറങ്ങുവാണ്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇറങ്ങുന്നവര് ഈ ലൈഫ് ജാക്കറ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ബോക്സ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്തേക്ക് നിക്ഷേപിക്കും. അടുത്ത് കയറാനുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇതേ ലൈഫ് ജാക്കറ്റ്സ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളെ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. കേശൂട്ടനാണെങ്കിൽ വളരെ എക്സൈറ്റഡ് ആണ്. ഓരോ കാഴ്ചകളും ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ ബോട്ട് അവിടെ നിന്ന് നീങ്ങിയ ഉടനെ തന്നെ അടുത്ത ഗ്രൂപ്പ് ഓഫ് ആളുകളെ അവരവിടെ കൊണ്ടുവരികയാണ് ക്യൂ ആയിട്ട്. ഇങ്ങനെ വരുന്നത് കാരണം പെട്ടെന്ന് അത്ര തിരക്കുണ്ടെങ്കിലും പെട്ടെന്ന് ക്യൂ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. വലതുവശത്തായിട്ട് കാണുന്ന തിരുവള്ളുവരുടെ സ്റ്റാച്യുവിനെയും ഇടതുവശത്തായിട്ട് കാണുന്ന വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് പണിതിട്ടുള്ളത്. എല്ലാവരും തന്നെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ കാഴ്ചകൾ നോക്കിക്കാണുന്നത്. ഞങ്ങൾ ആക്ച്വലി ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ കന്യാകുമാരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിൻ്റെയും സ്റ്റേ ചെയ്തതിൻ്റെ ഒക്കെ വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ആ സമയത്ത് ഇതിൻ്റെ പണി അവസാന ഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വന്ന് കാണാനൊന്നും പറ്റിയില്ല. ഇപ്രാവശ്യം ഞങ്ങൾ വന്നിരിക്കുന്നത് എക്സ്ക്ലൂസീവ്ലി ഈ ഇന്ത്യയിലെ ആദ്യത്തെ കടലിൻ്റെ മുകളിൽ കൂടെ നിർമ്മിച്ചിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി മാത്രമാണ്. വളരെ റീസെന്റ് ആയിട്ടായിരുന്നു, ഒരാഴ്ച ആയിട്ടുള്ളൂ ആക്ച്വലി ഇതിന്റെ ഇനോഗ്രേഷൻ നടന്നിട്ട്. ഡിസംബർ 30 തമിഴ്നാട് CM ആയ MK സ്റ്റാലിൻ ആയിരുന്നു ഇതിന്റെ ഇനോഗ്രേഷൻ നിർവഹിച്ചത്. ഈ പാലം പണിതിട്ടുള്ളത് ബോ സ്ട്രിംഗ് ആർച്ച് എന്ന് പറയുന്ന ഒരു മോഡലിലാണ്. അതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന രീതിയിലുള്ള സ്റ്റെബിലിറ്റിയും സ്പേസ് എഫിഷ്യൻസിയും ഇതിനുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് ഇപ്പോഴും അവിടെ കാണാനായിട്ട് പറ്റും. ഈ പാലം വരുന്നതിന് മുന്നേ വിവേകാനന്ദ സ്മാരകവും നമ്മുടെ ഈ തിരുവള്ളുവർ സ്റ്റാച്യുവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നമ്മളിപ്പോൾ വന്ന പോലുള്ള ഫെറി സർവീസുകളായിരുന്നു. പക്ഷേ ഈ പാലം വന്നതിന് ശേഷം യാത്രാ സമയം കുറയ്ക്കാനും യാത്രാ സൗകര്യം കൂട്ടാനും സാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിന്റെ അടുത്തായിട്ട് നിർത്തുകയും ഓരോരുത്തരായിട്ട് അതിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുകയാണ്. ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബോട്ട് സർവീസിന് നമ്മൾ എടുത്ത ടിക്കറ്റിന് പുറമെ 30 രൂപ പെർ പേഴ്സൺ വെച്ചിട്ട് ഇവിടുത്തെ എൻട്രൻസിന് സെപ്പറേറ്റ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് പോവാണ്. നമ്മുടെ സ്വാമി വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിനെ പറ്റി പറയുവാണെങ്കിൽ 1970 സെപ്റ്റംബർ 2 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാന്യനായ ശ്രീ വി ഗിരി നമ്മുടെ രാഷ്ട്രത്തിന് സമർപ്പിച്ച ഒരു സ്മാരകമാണ്. നമ്മുടെ ചെരുപ്പ് സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് ഇങ്ങനെ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനപ്പുറത്ത് കുറേ സ്ഥലം ഇങ്ങനെ കിടപ്പുണ്ട്. അവിടെ എല്ലാ ആളുകൾ സ്വന്തം റിസ്കിൽ ചെരുപ്പൊക്കെ ഇടുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഈ പാറപ്പുറത്ത് ധ്യാനത്തിലിരുന്നെന്നും അതിന്റെ സ്മരണാർത്ഥത്തിലാണ് ഇങ്ങനെ ഒരു നിർമ്മിതി ഇവിടെ പണി കഴിപ്പിച്ചതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് നമ്മുടെ കന്യാകുമാരി എന്നതിന് തെളിവാണ് ഈ കാണുന്ന ടൂറിസ്റ്റുകളുടെ തിരക്കെന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് വിവേകാനന്ദ മണ്ഡപം, മറ്റേത് ശ്രീപാദ മണ്ഡപം. എന്ന് വെച്ചാല് ദേവി കന്യാകുമാരിയുടെ കാൽപാദം എന്ന് വിശ്വസിക്കുന്ന ഒരു അടയാളമുണ്ട്. അതിനെ സംരക്ഷിക്കുന്നതാണ് ഈ ശ്രീപാദ മണ്ഡപത്തില്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഇന്നത്തെ നമ്മുടെ യാത്രാ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ്. അതുകൊണ്ട് നേരെ നമ്മൾ അവിടേക്ക് പോവാണ്. ഞങ്ങൾ ശരിക്കും എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ പാലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. ചെരുപ്പിട്ടുകൊണ്ട് പാലത്തിൽ കയറരുതെന്ന് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയാണ് ഈ പാലത്തിനുള്ളത്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന നിലയ്ക്ക് കന്യാകുമാരിയുടെ ഒരു ഇമ്പോർട്ടൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ പാലത്തിന് കഴിയുമെന്നുള്ളത് 100% തീർച്ചയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ പാലത്തിന്റെ മിഡിൽ പോർഷനിലാണ് കംപ്ലീറ്റ് ഗ്ലാസ് കൊണ്ട് ചെയ്തിട്ടുള്ളത്. നല്ല ട്രാൻസ്പാരന്റ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കടലിന്റെ മുകളിൽ കൂടെ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും. കുറെ പേർക്കെങ്കിലും ചെറിയ ഒരു പേടി മനസ്സിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആരും തന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇതിന്റെ നിർമ്മാണം വന്നിരിക്കുന്നത് നൂതനമായ മറൈൻ ഗ്രേഡ് ഡ്യൂറബിലിറ്റി ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കടലിന് കുറെ അതിന്റെ ഒരു എൻവയോൺമെന്റ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള ഹ്യൂമിഡിറ്റിയും ഉപ്പ് കലർന്ന ഒരു വെള്ളവും എപ്പോഴും ഇങ്ങനെ സോയിൽ എറോഷനും ഒക്കെ സംഭവിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ്. അപ്പൊ ഇതിനെ എല്ലാം ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള അത്രയും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. നമുക്കിങ്ങനെ നടക്കുമ്പോൾ അടിയിലുള്ള പാറയും തിരമാലകളും ഒക്കെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. രസം കേട്ടോ, കുറച്ച് ഒരു അഡ്വഞ്ചറസും ആണ്. നമുക്ക് ശരിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു, നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധി അദ്ദേഹമായിരുന്നു ഇവിടെ തിരുവള്ളുവരുടെ സ്റ്റാച്ചു അനാച്ഛാദനം ചെയ്തത്. അതിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഇപ്പോൾ 37 കോടി രൂപ മുതൽ മുടക്കി ഇങ്ങനെ ഒരു പാലം പണി കഴിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ബ്രിഡ്ജിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് തിരുവള്ളുവരുടെ സ്റ്റാച്ചു കാണാനായിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറി പോവാണ്. പ്രാചീന തമിഴ് കൃതിയായ തിരുക്കുറളിന്റെ രചയിതാവാണ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവർ. അദ്ദേഹത്തിന്റെ 133 അടി ഉയരമുള്ള ശിലാശില്പത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 25ാമത്തെ പ്രതിമയാണിത്. ഇവിടെ നിന്ന് ഈ പാലം കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഇന്ത്യക്കാരി എന്ന നിലയ്ക്ക് വളരെയധികം അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു എനിക്ക്. അതിനൊരു കാരണമുണ്ട്. ഈ കാണുന്ന പാലം ഉണ്ടല്ലോ, മോഡേൺ എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ വൈദഗ്ധ്യം വളരെയധികം പ്രകടമാക്കുന്ന ഒരു നിർമ്മിതിയാണ്. ഇത് കണക്ട് ചെയ്യുന്നതാവട്ടെ തമിഴ്നാടിന്റെ പൈതൃകം മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ പൈതൃകം വിളിച്ചോതുന്ന 2 ചരിത്ര നിർമ്മിതികളെയാണ് ഇവർ കണക്ട് ചെയ്യുന്നത്. വിദേശ ടൂറിസത്തെയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഈ നിർമ്മിതിക്ക് സാധിക്കുമെന്നും ഗ്ലോബൽ ടൂറിസം കേന്ദ്രമായി നമ്മുടെ കന്യാകുമാരിനെ ഉയർത്താനായിട്ട് ഈ പദ്ധതി സഹായിക്കുമെന്നൊക്കെ ഇതിന്റെ ഇനോഗ്രേഷൻ സെഷനിൽ CM ആയ MK സ്റ്റാലിൻ പറയുകയുണ്ടായി.
ഒരു കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിട്ട് അതിന്റെ വലിപ്പം, അതായത് ഏറ്റവും നീളം കൂടിയത്, ഏറ്റവും ഉയരം കൂടിയത്, അങ്ങനെയൊക്കെയുള്ള ഡെഫിനിഷൻസ് ഭാവിയിൽ പുതിയ കൺസ്ട്രക്ഷൻസ് വരുമ്പോഴത്തേക്ക് മാറിയെന്ന് വരാം. പക്ഷെ ആദ്യത്തേത് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ, അതിന് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. അങ്ങനെ ഒരു ചരിത്ര നിർമ്മിതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കടലിലൂടെയുള്ള ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ചരിത്രം. അങ്ങനെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് വളരെ പ്രൗഡായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കടൽ പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാകും. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി ഇത്രയും വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ഓരോരുത്തരെയും നമ്മൾ മനസ്സ് തുറന്ന് അഭിനന്ദിക്കുകയാണ് വേണ്ടത്. രാത്രിയായി കഴിഞ്ഞാലുണ്ടല്ലോ, ഇവിടെ ഫുൾ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഈ ഒരു പ്രദേശത്തിന്റെ തന്നെ ആംബിയൻസ് വേറൊരു ലെവലിലേക്ക് അപ്ഗ്രേഡ് ആയിട്ട് മാറും. എന്തോരം ആളുകളാണ് ഇവിടെ വന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഓരോരുത്തരെയും പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവരെല്ലാം തന്നെ വളരെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് തിരിച്ച് പോകുന്നത്. ഈ കാണുന്ന ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ബോട്ടിൽ, നമ്മളിങ്ങോട്ട് വന്നില്ല അതുപോലെ തന്നെ തിരിച്ച് ബോട്ടിൽ പോകാനായിട്ടുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാവുന്നതാണ്.